നമ്മുടെ ഐഫോൺ 17 Pro Max എല്ലാം പർച്ചേസ് ചെയ്ത സമയത്ത് ഇതിനോടൊപ്പം ഒരു ബാക്ക് കവർ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബാക്ക് കവറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് കവർ ഇത് നമുക്ക് നമ്മുടെ ഐഫോണുമായി എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നതാണ് നോക്കുന്നത്. ഇതിനൊരു ചാർജർ എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി ഇത് ചാർജ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്പോൾ ഇത് 100% ഈ ഒരു ബാറ്ററി ചാർജ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു അനിമേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായി ഇത് ഓൺ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഐഫോണുമായി കണക്ട് ചെയ്യുക എന്നത് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഒരു ഫോൺ കവർ എല്ലാം വാങ്ങിയപ്പോൾ അതിൽ ഒരു സ്കാനർ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സ്കാൻ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു മൈ ഡിവൈസ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ എല്ലാം കാണാം. അപ്പോൾ ജസ്റ്റ് ഞാനിത് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ P5 എന്നതിൽ ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പെയറിംഗ് എല്ലാം ഇത് കറക്റ്റായി നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പെയർ എന്ന് കൊടുക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൺ ചെയ്യാൻ നമ്മൾ ഈ ഒരു കാര്യമെല്ലാം ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു ബാക്ക് കവറിൽ എത്രത്തോളം ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട വാൾപേപ്പർ എല്ലാം ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇപ്പോൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ വാൾപേപ്പർ വേണമെങ്കിൽ വീഡിയോ വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ അനിമേറ്റഡ് വാൾപേപ്പേഴ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കുക. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് റെക്കമെൻഡഡ് വാൾപേപ്പേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഈ ഒരു വാൾപേപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ക്രീനിലും അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആ ടൈം എല്ലാം കാണിക്കുന്നു. വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമായി എനിക്കിത് തോന്നി. വളരെ ഈസിയായി നമുക്കിത് സിങ്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചേഞ്ചസ് എല്ലാം വരുത്തി ഡെയിലി മാറ്റങ്ങളെല്ലാം വരുത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇനി നമുക്ക് ഇവിടെ ഗാലറി വാൾപേപ്പർ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ആഡ് വാൾപേപ്പർ എന്നതിൽ പോയി ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ആൽബം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എവിടെ നിന്നാണോ നമുക്ക് ഈ ഒരു ഫോട്ടോ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്താണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ആൽബം നമ്മുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്നുള്ള ആൽബം എല്ലാം വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പറായി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഇമേജ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഫിനിഷ് എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം അതുപോലെ ഡേറ്റ് എല്ലാം തന്നെ ഇവിടെ കറക്റ്റായി ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ അടിപൊളിയായി നിങ്ങൾക്ക് ആ ഒരു വാൾപേപ്പർ എല്ലാം ഇവിടെ ബാക്കിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു അടിപൊളി ബാക്ക് കവറാണിത്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയവർ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.